സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ആ ദൈവത്തിന് ദാനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. റോമർ 11:33 വാക്യം. ചൊവ്വയിലും വ്യാഴത്തിനും ഇടയിലുള്ളൊരു ഭ്രമണപഥത്തിൽ കോടാനുകോടി ഡോളർ വിലമതിക്കുന്ന ഒരു ചിഹ്നഗ്രഹം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രത്തിൽ പറയുന്നത് പനാർ സൈക്കി എന്ന ഈ ഗ്രഹം കണക്കാക്കാൻ കഴിയാത്ത അത്ര വിലമതിക്കുന്ന സ്വർണം, ഇരുമ്പ്, നിക്കൽ, പ്ലാറ്റിനം തുടങ്ങിയ ലോകങ്ങൾ കലവറയാണ്. ഇപ്പോൾ ഈ സമ്പത്ത് കനം ചെയ്യുവാൻ ഭൂവാസികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിലയേറെ പാറകളെക്കുറിച്ച് പഠിക്കാൻ ഒരു പരിവേഷണ വാഹനം അയക്കുന്നതിനെക്കുറിച്ച് അമേരിക്ക പദ്ധതിയിടുന്നു. കയ്യെത്തുന്നതിനപ്പുറമുള്ള പറഞ്ഞറിയിക്കാനാവാത്ത സമ്പത്തിനെക്കുറിച്ച് വാഗ്ദാനങ്ങൾ കൊതിപ്പിക്കുന്നു. നിരാശപ്പെടുത്തുന്നതുമാണ്. തീർച്ചയായും കാലക്രമേണ ആളുകൾ നിധി കണ്ടെത്തുന്നതിനായി പൈനാർ സൈക്കിളിൽ എത്തിച്ചേർന്നേക്കാം. എന്നാൽ നമ്മുടെ പരിധിയിലുള്ള സമ്പത്ത് കണ്ടെടുക്കുന്നതിനെക്കുറിച്ച് പറയും. എല്ലാവരും പോകില്ലേ? റോമിലെ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാവുന്ന സമ്പത്തിനെക്കുറിച്ച് സംസാരിച്ചു. അവൻ എഴുതി, ആ ദൈവത്തിൻ്റെ ദാനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. റോമർ 11:33. ബൈബിൾ പണ്ഡിതനായ ജെയിംസ് ഡെന്നി ഈ സമ്പത്തിനെ ലോകത്തിൻ്റെ വലിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ദൈവത്തെ പ്രാപ്തനാക്കുന്ന സ്നേഹത്തിൻ്റെ ഗ്രഹിക്കാനാവാത്ത സമ്പത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതല്ലേ നമുക്ക് വേണ്ടത്? ഏതോ വിദൂര ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള സ്വർണ്ണക്കട്ടികളേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്ന പോലെ തിരുവെഴുത്തുകളിൽ കാണുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും സമ്പത്ത് നമുക്ക് കാരണം ചെയ്യുവാൻ കഴിയും. ആ ഐശ്വര്യങ്ങൾ കുഴിച്ചെടുക്കുവാനും അവനെ കൂടുതൽ അറിയുവാനും നിധി പോലെ കരുതുവാനും ദൈവം നമ്മെ നയിക്കട്ടെ. നിങ്ങൾ ദൈവസ്നേഹത്തിൽ സമ്പന്നരായിരിക്കുക എന്നതിൻ്റെ അർത്ഥം നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? നിലനിൽക്കുന്ന സമ്പത്തിനായി നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ കഴിക്കാൻ കഴിയും? പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ അനുഭവിപ്പാൻ ശ്രമിക്കുമ്പോൾ അങ്ങയുടെ ജ്ഞാനവും വിവേകവും അങ്ങയുടെ വിധികളും അങ്ങയുടെ പാതകളും അന്വേഷിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.